നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ട കൊലപാതക കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതി നിതീഷിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. 2 ദിവസം നടത്തിയ തെരച്ചിലിലും വിജയന്റെ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താനായില്ല. സംഭവങ്ങളുടെ ചുരുളഴിക്കാൻ നിതീഷ്, വിഷ്ണുവിന്റെ സഹോദരി അമ്മ സുമ എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. കുട്ടിയുടെ മൃതദേഹം കത്തിച്ചു കളഞ്ഞുവെന്ന മൊഴി ശരിയാണോ എന്ന് പരിശോധിക്കാനാണ് ചോദ്യം ചെയ്യൽ. നാളെ കസ്റ്റഡി കാലാവധി തീരാനിരിക്കെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി തെളിവുകൾ കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. തൊഴുത്തിൽ കുഴിച്ചിട്ട മൃതദേഹം സ്ഥലം വിറ്റതിനു ശേഷം പുറത്തെടുത്ത് കത്തിച്ചുവെന്നും അവശിഷ്ടം വിജയൻ പുഴയിൽ ഒഴുക്കിയെന്നുമാണ് നിതീഷിന്റെ പുതിയ മൊഴി. ഇത് സ്ഥിരീകരിക്കാൻ നിതീഷിന്റെ കൂട്ടാളി വിഷ്ണുവിനെയും അമ്മ സുമയെയും സഹോദരിയും ഒരുമിച്ചിരുത്തിയും അല്ലാതെയും ചോദ്യം ചെയ്യാനാണ് നീക്കം. വർഷങ്ങളോളം മുറിക്കുള്ളിൽ അടച്ചിട്ട് കഴിഞ്ഞതിനാൽ സുമയുടെയും മകളുടെ മാനസികാവസ്ഥ പൂർവ്വസ്ഥിതിയിൽ ആയിട്ടില്ല. കൗൺസിലിംഗ് ഉൾപ്പെടെ നടത്തിയ ശേഷമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുക. കുഞ്ഞിനെ വിജയൻ കാലിൽ പിടിച്ചു നൽകിയപ്പോൾ നിതീഷ് മൂക്കും വായും തുണി കൊണ്ട് മൂടിയാണ് ശ്വാസം മുട്ടിച്ചു കൊന്നത്. പിന്നീട് കുഞ്ഞിനെ കട്ടപ്പന സാഗർ ജംഗ്ഷനിൽ ഇവർ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ കുഴിച്ചു മൂടുകയായിരുന്നു. ഇതായിരുന്നു പ്രതിയുടെ മൊഴി. പിടിയിലായ വിജയന്റെ മകൻ വിഷ്ണുവും ഈ കേസിൽ പ്രതിയാണ്. തൊഴുത്തു പൊളിച്ച് പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. നിതീഷ് മൊഴി മാറ്റി പറഞ്ഞതും പോലീസിനെ കുഴയ്ക്കുകയാണ്. കക്കാട്ടുകടയിൽ കൊലപാതകം നടന്ന വീട് വിജയൻ വാടകയ്ക്കെടുത്തത് ഉടമസ്ഥയെ തെറ്റിദ്ധരിപ്പിച്ച ശേഷമെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 2023 ജൂണിലാണ് വിജയന്റെ പേരിൽ വീട് വാടകയ്ക്കെടുത്തത്. വീട് പണി നടക്കുന്നതിനാൽ ഏതാനും നാൾ തനിക്കും മകനും താമസിക്കാനാണെന്നാണ് വിജയൻ വീട്ടുടമസ്ഥയെ ധരിപ്പിച്ചത്. അജിത് എന്ന പേരാണ് വിജയന്റെ മകൻ വിഷ്ണു പറഞ്ഞത്. വിജയന്റെ മകനും മാത്രമാണ് ഇപ്പോൾ താമസിക്കാനുള്ളതെന്നും ചെന്നൈയിൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന മകളും അവിടെയുള്ള ഭാര്യയും 2 മാസം കഴിയുമ്പോൾ വരുമെന്നുമാണ് വിജയൻ പറഞ്ഞത്. മകളുടെ വിവാഹമാണെന്നും അതിനു മുന്നോടിയായി 20 ഏക്കറിൽ വീട് പണി നടക്കുകയാണെന്നും വിശ്വസിപ്പിച്ചു. വല്ലപ്പോഴും വാടക വീട്ടിൽ വന്നു പോവുകയേ ഉള്ളൂവെന്നും പറഞ്ഞു. വീട്ടുടമസ്ഥയും സഹായിയും പലപ്പോഴും വീട്ടുവളപ്പിനും മറ്റുമായി മണിക്കൂറുകളോളം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും വീട് അടച്ചിട്ട നിലയിലായിരുന്നു. വിജയനെ ഫോണിൽ വിളിച്ചാൽ വീട് പണിയുന്ന സ്ഥലത്താണെന്നായിരുന്നു മറുപടി. ചില ദിവസങ്ങളിൽ ഉച്ച മുതൽ വൈകിട്ട് വരെ വീടിന് സമീപം ചെലവഴിച്ചിട്ടും വീടിനുള്ളിൽ നിന്ന് ചെറിയ അനക്കം പോലും കേട്ടിട്ടില്ലെന്ന് ഉടമസ്ഥ പറയുന്നു. വീടിന്റെ ജനലുകൾ മുഴുവൻ കട്ടനിട്ട് മറച്ചിരുന്നതും ചെറിയ സംശയത്തിന് ഇടയാക്കിയിരുന്നു. വീട് പണി നടക്കുന്നതിനാൽ താൽക്കാലികമായി വാടക വീടെടുത്തവർ എന്തിനാണ് ഇത്രയധികം കർട്ടനുകൾ ഇട്ടിരിക്കുന്നതെന്നും സംശയം ജനിപ്പിച്ചു. സ്ഥലത്തെത്തിയപ്പോഴെല്ലാം ആരും ഇവിടെ ഇല്ലാത്തതിനാൽ പിന്നീട് വീടിനുള്ളിൽ കയറി നോക്കാനും ആയിട്ടില്ലെന്ന് വീട്ടുടമസ്ഥ പറയുന്നു. നിതീഷ് ഈ വീട്ടിൽ താമസിക്കാൻ ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞിരുന്നത്. ഇയാളുടെ മാതാപിതാക്കൾ തിരുവനന്തപുരത്ത് പോലീസിലാണ് ജോലിയെന്നും വിശ്വസിപ്പിച്ചു. 3 മുറികളാണ് വീട്ടിലുണ്ടായിരുന്നത്. കൂടാതെ ഹാൾ, അടുക്കള, ഡൈനിങ് റൂം എന്നിവയുമുണ്ട്. മറ്റെല്ലാ മുറികളും ടൈൽ പാകിയതാണെങ്കിലും പിന്നീട് കൂട്ടിച്ചേർത്ത് നിർമ്മിച്ച ഒരു മുറി മാത്രം കോൺക്രീറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ മുറിയിലായിരുന്നു മൃതദേഹം മറവ് ചെയ്തിരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.